ഉമ്മൻചാണ്ടിയുടെ മക്കൾ ബി.ജെ.പിയിലേക്ക് പോകുമോ? അവർക്കതിൻ്റെ ആവശ്യവുമില്ല, അതിൻ്റെ സാഹചര്യവും ഇപ്പോഴില്ല. അനിൽ ആന്റണിക്ക് പിന്നാലെ കോൺഗ്രസ് വിട്ട് പത്മജ ബി.ജെ.പിയിലേക്ക് വന്നു. തൻ്റെ പിന്നാലെ ഇനിയും പല മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി.ജെ.പിയിലേക്ക് വരുമെന്ന് പത്മജ ഉറപ്പു പറഞ്ഞു. അപ്പോൾ മുതൽ രാഷ്ട്രീയ കേരളം ചികയുകയാണ്. കോൺഗ്രസ് മന്ത്രിമാരുടെ മക്കൾ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട്, അവരിൽ ആരൊക്കെ ബി.ജെ.പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് തിരക്കി ചെന്ന് നോക്കിയപ്പോൾ ഇപ്പോഴുള്ളത് അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ മക്കൾ മുന്നിൽ. അവിടെയാണ് പത്മജയുടെ വളിച്ച ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഉന്നം. പത്മജ ഉന്നം വച്ചത് ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മനെയായിരുന്നു. എന്നാൽ താൻ അത്തരമൊരു അവസ്ഥയിലെത്തില്ല എന്ന് വ്യക്തമായ മറുപടി നൽകി ആ അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നു അച്ചു ഉമ്മൻ, ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം.എൽ.എ. കോൺഗ്രസ് വിടുമെന്ന് പത്മജ ഒരുപക്ഷെ സ്വപ്നം കണ്ടതായിരിക്കാം. പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടും പറഞ്ഞാൽ തിരികെ പല ഇരട്ടിയായി കിട്ടുമെന്നുറപ്പുള്ളതുകൊണ്ടും ഇടതു മുഖ്യമന്ത്രിമാരുടെ മക്കളെ പരാമർശിക്കാൻ പത്മജ തൽക്കാലം ധൈര്യം കാട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ മക്കൾ 3 പേരും കോൺഗ്രസ് കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. ചാണ്ടി ഉമ്മനെക്കുറിച്ചൊരു ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ട് തന്നെയാണ് തൻ്റെ അവസാന കാലം വരെ ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മനെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാത്തതും ഡൽഹിയിൽ JNUവിൽ പഠനത്തിനായി പറഞ്ഞുവിട്ടതും. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് 1 വർഷം മുമ്പ് മാത്രമാണ് ചാണ്ടി ഉമ്മൻ കേരള രാഷ്ട്രീയത്തിൽ ഒരല്പമെങ്കിലും സജീവമാകാൻ തുടങ്ങിയത്. ആ ഉമ്മൻചാണ്ടിയുടെ മക്കളെക്കുറിച്ചാണ് പത്മജ ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബി.ജെ.പിയിലെത്തി അവിടുത്തെ രീതികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പത്മജയ്ക്ക് ചുറ്റും ഇപ്പോൾ ശത്രുക്കൾ ഏറെ എന്നതാണ് പുതിയ വാർത്ത. പത്മജയുടെ വരവുണ്ടാക്കിയ ഓളത്തിന് തടസ്സമിട്ടുകൊണ്ട് ബി.ജെ.പി ദേശീയ കൗൺസിൽ അംഗം CK പത്മനാഭൻ അടുത്തിടെ പറഞ്ഞതാണ് അനിൽ ആന്റണിയും അബ്ദുള്ളക്കുട്ടിയും പത്മജയും ഒക്കെ ഈ ബി.ജെ.പിയിലേക്ക് കണ്ടുവരുന്നത് അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ കണ്ടിട്ട് തന്നെയാണെന്ന്. ഇങ്ങനെ പോയാൽ ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരിടത്തും വിജയിക്കാനാകില്ല എന്നും പത്മനാഭൻ ഉറപ്പിച്ച് പറയുന്നു. ഇങ്ങനെ പുറത്തുനിന്നുമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒരു ധാർമ്മികതയും ഉത്തരവാദിത്വമില്ലാതെ ബി.ജെ.പിക്കുള്ളിലേക്ക് വന്നാൽ പിന്നെ ബി.ജെ.പിയുടെ അസ്തിത്വം എന്തെന്നുള്ള CK പത്മനാഭൻ്റെ ചോദ്യത്തിന് പക്ഷേ മറുപടി നൽകാൻ ആർക്കുമാകുന്നില്ല. മറ്റ് പാർട്ടികളിൽ നിന്നും ഒരു നേതാവ് ബി.ജെ.പിയിലേക്ക് വന്നാൽ വീട്ടുകാരെന്നല്ല അവരുടെ നിഴൽ പോലും ആദ്യം കൂടെ വരില്ല എന്ന യാഥാർത്ഥ്യം ബി.ജെ.പി ദേശീയ നേതൃത്വം തിരിച്ചറിയണമെന്ന ഒരു സൂചന നൽകിയിരിക്കുന്നു CK പത്മനാഭൻ. എന്തുകൊണ്ട് പത്മജ വേണുഗോപാലിനെ NDA സ്ഥാനാർത്ഥിയുടെ കാസർഗോഡ് മണ്ഡലത്തിലെ കൺവെൻഷൻ്റെ ഉദ്ഘാടകയാക്കി എന്ന CKPയുടെ ചോദ്യത്തിനും ഒരു മറുപടിയില്ല. CKP പറഞ്ഞതെല്ലാം, ആ ചടങ്ങിൽ വെച്ച് പറഞ്ഞതെല്ലാം പത്മജയെ നോവിച്ചുകൊണ്ട് തന്നെ. ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട്. അവർ മറ്റ് പാർട്ടികളിലിരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം അവിടെ നിന്നും ഇനി തങ്ങൾക്ക് ഒന്നും ലഭിക്കാനില്ല, ഒന്നും ബാക്കിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ബി.ജെ.പിയിലേക്ക് വരുന്നത്. ജനസംഘത്തിൻ്റെ കാലം മുതൽ ബി.ജെ.പി എന്ന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ കൊണ്ടുവയ്ക്കുന്നത് പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് CKP തുറന്നു പറയുന്നു. കാസർകോട്ടെ കൺവെൻഷനിൽ ഉദ്ഘാടകനായി CK പത്മനാഭനെയാണ് ക്ഷണിച്ചത്. പിന്നീട് അവസാന നിമിഷം മാറ്റി പത്മജയെ നിയോഗിച്ചു. CK പത്മനാഭനും വേദിയിലുണ്ടായിരുന്നു. ഇതിലാണ് CKPയുടെ കടുത്ത പ്രതിഷേധം. പിന്നാലെ പത്മജയ്ക്ക് ജയ് വിളിച്ച ബി.ജെ.പി പ്രവർത്തകരെ CKP ശകാരിച്ചിരുത്തുകയും ചെയ്തു. CKP പറയുന്നത് ഇങ്ങനെയാണ്: ഉത്തരേന്ത്യയിലെ രീതിയിൽ വലിയ പദവികൾ നൽകിയാകരുത് കേരളത്തിൽ നേതാക്കളെ കൊണ്ടുവരേണ്ടത്. വരുന്നവർക്ക് പദവി കൊടുക്കുന്നത് ക്രമാനുഗതമായിരിക്കണം, സമയമെടുത്തായിരിക്കണം, അർഹതയ്ക്കനുസരിച്ചായിരിക്കണം. പല വഴിക്ക് പോയി കേന്ദ്രത്തിലെത്തി പാർട്ടിയിൽ കൂടുന്നവരാണ് ഇങ്ങനെ വരുന്നവർ. ഉത്തരേന്ത്യയിലെ വിജയ മാതൃക ഇവിടെയും ഇങ്ങനെ ആളെടുത്താൽ നടപ്പാകുമെന്ന ദേശീയ നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ ശരിയല്ല. ഇനി കോൺഗ്രസിൽ നിന്നും ആരും ഇങ്ങോട്ട് വരണ്ട എന്ന വ്യക്തമായ നിലപാടാണ് ബി.ജെ.പിയിലെ തന്നെ മുതിർന്ന നേതാവായ ദേശീയ കൗൺസിൽ അംഗമായ CK പത്മനാഭൻ പറയുന്നത്. ബി.ജെ.പിയിലേക്ക് മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും വരുന്നവർ ഒന്നിനും കൊള്ളരുതാത്തവരാണ് എന്ന വിലയിരുത്തൽ വ്യക്തമായി പറയുന്നു CKP. സംഘപരിവാറിനും ആ വിലയിരുത്തലുണ്ട്. ഉത്തരേന്ത്യയിൽ നന്നായി വിറ്റഴിയുന്ന ഈ ഏറ്റെടുക്കൽ തന്ത്രം പക്ഷേ കേരളത്തിൽ ഒരിക്കലും നടക്കില്ല. അത് പരാജയമാണ്, ബി.ജെ.പിക്ക് ഗുണകരമല്ല, മറിച്ച് ദോഷകരമാണെന്ന വ്യക്തമായ സൂചന പലതവണയായി RSS സംഘപരിവാർ വ്യക്തമാക്കിയിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ CK പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പത്മജ വച്ച വെള്ളമങ്ങ് വാങ്ങി വയ്ക്കുന്നതാണ് നല്ലതെന്ന് CKP പറയാതെ പറയുന്നുണ്ട്.